ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. യേശുക്രിസ്തു എന്ന ഇട്ട് കഴിഞ്ഞിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാൽ അയാളുടെ പണി വെളിപ്പെട്ടു വരും. 14-ാമത്തെ വാക്യം പറയുന്നു, ഒരാൾ പണിത് നിലനിന്നാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സ്വർണം അല്ലെങ്കിൽ പൊന്ന് എന്ന് പറഞ്ഞാൽ ദൈവവചനമാണെന്നും വെള്ളി എന്ന് പറഞ്ഞാൽ അമൂല്യമായ ദൈവവചനമാണെന്നും, രണ്ടും അമൂല്യമായ ദൈവവചനമാണ്. വിലയേറിയ കല്ല് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണെന്നും എന്ന് പറഞ്ഞാൽ വചനമാണെന്നും നമ്മൾ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ വചനത്തിൽ സഭ പണിതാൽ മാത്രമേ സഭ നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഭൂമി നിൽക്കുകയല്ലെന്നല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവിധിയുടെ സമയത്ത് ചെല്ലുമ്പോൾ ആ സഭ മാത്രമേ നിൽക്കൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കി തടി മനുഷ്യനാണ്, പുല്ല് മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. മനുഷ്യനും മനുഷ്യൻ്റെ ആശയങ്ങളും ഒക്കെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അവസാനം മനസ്സിലാക്കുന്ന ഭാഗമാണ് വൈക്കോൽ. കച്ചിയും കൊണ്ടൊന്നും ആരും സഭയിലോട്ട് പോകുന്നില്ല, വൈക്കോലും കൊണ്ടൊന്നും ആരും പോകുന്നില്ല. അപ്പോൾ ആ വൈക്കോൽ എന്താണെന്ന് നമുക്കറിഞ്ഞില്ല, നമുക്കൊന്നും മനസ്സിലാകില്ല. അപ്പോൾ ആ വൈക്കോൽ എന്താണെന്നുള്ളത്, ആ വൈക്കോൽ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ കച്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരർത്ഥമാണ് വൈക്കോൽ എന്ന് പറഞ്ഞാൽ കന്നുകാലി തിന്നുന്നത് അല്ലെങ്കിൽ തീറ്റ കിട്ടുന്നത്, തിന്നാൻ കിട്ടുന്നത്. മാനുഷിക ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ദഹിക്കുന്ന ആശയങ്ങൾ മനുഷ്യന് പറഞ്ഞു കൊടുക്കുക, ഇതാണ് കാര്യം. ഇത് നമുക്കതിനകത്ത് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ഞങ്ങളുടെ ഇവിടെ വൈക്കോലും തീനും വേണ്ടുവോളം ഉണ്ട്, രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്ന് അവൾ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ധാരാളം വൈക്കോലും തീറ്റയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിശ്വാസകോളത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരാളുടെ അടുത്ത് നമ്മൾ സുവിശേഷം അറിയിച്ച് ചെല്ലുമ്പോൾ അവനൊരു മതസംവിധാനത്തിൽപ്പെട്ടവനാണ്. അവൻ ആദ്യം ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയോ? സെമിത്തേരി ഉണ്ടോ? എവിടെ അടക്കും? ഞങ്ങളിപ്പോൾ പറയുന്ന ആദ്യം നീ മരിക്കും, നിന്നെ എവിടെ വേണേലും അടക്കാം. കാരണം ഇന്ന് വരെ ഭൂമിയിൽ മരിച്ച ഒരു മനുഷ്യനെ പോലും അടക്കാൻ സ്ഥലമില്ലാതെ വെച്ചിട്ടില്ല. പക്ഷേ ഇത് വെളിപ്പാടായിട്ട് ഉള്ളിൽ കയറിയാലേ ഇതിൻ്റെ ഗൗരവം പിടികിട്ടുള്ളൂ. പെന്തക്കോസ്ത് സഭകളും ഇപ്പോൾ സെമിത്തേരി വെച്ചാൽ വില പേശുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ പറയുക, ഒരു പരസ്യം വന്നതിനകത്ത് ഇങ്ങനെ എഴുതുന്നത്, സെമിത്തേരി അറ്റാച്ച്ഡ് ചർച്ച്, സെമിത്തേരി അറ്റാച്ച്ഡ്. ഞങ്ങൾ തന്നെ ഒരു ദേവദാസനോട് ഒരിക്കലും ഒരു സെല്ല് തരാമോ എന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂട്ടിക്കോ, ഞങ്ങൾ അടക്കാം. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങൾ അടക്കാം. അപ്പോൾ പറയുന്നത് തന്നെ, ഇങ്ങോട്ട് വാ, ഇവിടെ തീറ്റയുണ്ട്, കുടിയുണ്ട്, സെമിത്തേരിയുണ്ട്. തീറ്റയുണ്ട്, കുടിയുണ്ട്, സെമിത്തേരിയുണ്ട്. അപ്പോൾ വൈക്കോൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത ആശയങ്ങളാണ്. തീറ്റയും കുടിയും സെമിത്തേരിയും. സത്യത്തിൽ സെമിത്തേരിക്ക് വേണ്ടി അല്ലല്ലോ ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ മണ്ണിൽ പോയേ പറ്റൂ. അത് ലോകത്തിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിലും പോയേ പറ്റൂ. എന്നാൽ ഈ മനുഷ്യനിർമ്മിത സഭകളുടെ എല്ലാം ലക്ഷണം ഇതാ, ഞങ്ങളുടെ ഇടയ്ക്ക് തീറ്റയുണ്ട്, കുടിയുണ്ട്, സെമിത്തേരിയുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയും. തീറ്റയും കുടിയും സെമിത്തേരിയൊക്കെ രണ്ടാമത്തെ കാര്യം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടക്കിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അത് നടന്നോളും. ഇനി പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ, അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്, അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തണം, ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ, അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. കേട്ടോ, അതായത് ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കാൻ പോകാതിരിക്കേണ്ടതിന് വൈക്കോൽ തന്നെ പോയി ശേഖരിക്കട്ടെന്ന്. അപ്പം വൈക്കോൽ എന്നതാ? യഥാർത്ഥ ദൈവത്തെ ആരാധനയ്ക്ക് പോകാൻ തടസ്സം നിൽക്കുന്ന ഒരു സാധനമല്ലേ? ആണല്ലോ. ഇതിനെ ആ തീറ്റം കൂടി എന്നും പറയുന്നത്. അത് ഇച്ചിരൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിത ആശയങ്ങൾ, മനുഷ്യന് മനസ്സിലാകുന്ന ആശയങ്ങൾ.
ഈ ദൈവവചനം മനസ്സിലാകണമെങ്കിൽ ഒരുത്തൻ്റെ ആത്മമനുഷ്യൻ ജനിക്കണം. ആത്മമനുഷ്യൻ ജനിച്ച് അവിടെ കിടന്നാൽ പോരാ, അത് വളരണം. അതായത് മനുഷ്യനിർമ്മിത ആശയങ്ങൾ ഉണ്ടാക്കിയാൽ, ഇപ്പോൾ പറയുന്നത് എന്നാ, സഭയിൽ പോകുന്നവർ തന്നെ വൈക്കോൽ സംഭരിക്കട്ടെ, തന്നെത്താൻ ശേഖരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് പറ്റുന്ന പോലെ അവൻ ശേഖരിക്കട്ടെ. അങ്ങനെ തന്നെത്താൻ ശേഖരിക്കുന്നിടത്ത് ദൈവകൃപ വ്യാപരിക്കുന്നില്ല. അവിടെ സ്വന്തം കഴിവാണ്, സ്വന്തം ചിന്തയാണ്, സ്വന്തം ആശ്രയമാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഒരു കാര്യം, ദൈവം പിതാവ്, യേശു ക്രിസ്തു പുത്രൻ, അപ്പം അമ്മ എവിടെ? ഇത് നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പിടികിട്ടും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകണേ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരണം. പക്ഷെ ദൈവം അപ്പനാണ്, യേശു മകനാണ്. അമ്മ എന്തിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു വീട്ടിലോട്ട് കൊണ്ടുവരും, നമ്മുടെ ആശയത്തിലോട്ട് കൊണ്ടുവരും. ഈ നമ്മുടെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ വൈക്കോല്. ഈ പണി നിലനിൽക്കുകയില്ല. ഈ ഭൂമിയിൽ കാണുന്നതിനെ ദൈവത്തോട് ഉപമിക്കാൻ പറ്റത്തില്ല. ഭൂമിയിൽ കാണുന്നതിനെ ദൈവത്തോട് ഉപമിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ മനുഷ്യ സ്ത്രീകളെ ഒന്നും വിട്ടാൽ പറ്റില്ല. അതായത് ദൈവകൃപ മാറിയാൽ ദൈവ സാന്നിധ്യം മാറും എന്ന് പറഞ്ഞാൽ ദൈവകൃപ നിൽക്കണമെങ്കിൽ ദൈവവിശ്വാസവും ദൈവത്തിൻ്റെ ആത്മാവും നിലനിൽക്കണം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സാത്താൻ കയറും. സാത്താൻ എങ്ങനെയാണ് കയറുന്നതെന്ന് ചോദിച്ചാൽ അവൻ വെളിച്ച ദൂതൻ്റെ വേഷത്തിലാണ് കയറുന്നത്. വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ കയറുമ്പോൾ പ്രശ്നം എന്നാന്ന് ചോദിക്കുകയോ, അവിടെ ആരാധന നടക്കും. അവിടെ ആരാധന നടക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. ആ വചനം അറിയത്തില്ലാത്ത മതക്കാർ ഓടി അങ്ങോട്ട് ചെല്ലും. പിന്നെ സ്വന്തം ചിന്തയിൽ പഠിച്ച മതക്കാരും അവിടെ വചനം പഠിച്ചവരും അവിടെ ചെല്ലും. ഇനി നിശ്ചയമായിട്ടും പറയട്ടെ, വചനം അറിയത്തില്ലാത്ത ബന്ധുക്കോസുകാരും ചെല്ലും. അവർ നോക്കുമ്പോൾ ശരിയാ, കുറേ കാലമായിട്ട് ബന്ധക്കോസ് പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരത്ഭുതവും ഇല്ല, ഒരടയാളവും ഇല്ല. നല്ലൊരു ശതമാനം സഭകളിൽ അങ്ങനെ അത്ഭുതവും അടയാളവും ഇല്ലാതെ അവർ മടുത്തിരുന്നപ്പോൾ അവർ നോക്കുമ്പം അവിടെ ഇവിടെയൊക്കെ അത്ഭുതവും അടയാളവും നടക്കുന്നു. വചനം അറിയത്തില്ലാത്ത ബന്ധുക്കോസുകാരന് ഓടിയെടുക്കും. അതിനകത്ത് ഒരു മാറ്റവും വേണ്ട. ഈ തീയുടെ വിളക്ക് നിൽക്കുന്നിടത്ത് ഈ ഈയാമ്പാറ്റകൾ ഓടിയെടുക്കുന്നത് പോലെ വചനം അറിയത്തില്ലാത്ത ബന്ധക്കോസുകാരന് ഓടിയെടുക്കും. ചിലപ്പോൾ ഉടമ്പടി എടുക്കും പോയി. അപ്പോൾ അതിനകത്ത് പറയുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം ഒന്നെടുത്തേ. 16-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങളത്. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. കണ്ടോ, അവിടെ എഴുതി വച്ചിരിക്കുന്നത് വളരെ ലളിതമായിട്ട്. പിന്നീട് മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചകൻ്റെയും വായിൽ നിന്ന് തവളയെപ്പോലുള്ള 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പം കള്ളപ്രവാചകൻ്റെ വായിലുള്ളത് തന്നെ തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാവ്. അവ സർവ്വഭൂമിയിലുമുള്ള രാജാക്കന്മാരെ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അവരുടെ അടുക്കലേക്ക് അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പുറപ്പെടുന്ന ഭൂതാത്മാക്കളത്രേ. ഈ ഭൂതങ്ങൾ വെച്ച് അത്ഭുതം നടക്കും. ഈജിപ്തിൽ മോശ ചെന്ന് അത്ഭുതം കാണിച്ചപ്പോൾ ഫറവോന്യ മന്ത്രവാദികൾ അത്ഭുതങ്ങൾ കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് വചനം അറിയത്തില്ലാത്ത പെന്തിക്കോസുകാരനെ ഉടമ്പടി എടുക്കാൻ ഓടുന്നതിൽ ഒന്നും ഭാരപ്പെടണ്ട. അത് അവൻ്റെ കുഴപ്പമല്ല, അവനെ നടത്തിയ ഇടയന്മാരുടെ കുഴപ്പമാണ്. അവരവരുടെ കാര്യത്തിന് വേണ്ടി ഏതാണ്ടൊക്കെ നടത്തി. അവർ മനുഷ്യനിർമ്മിത പുല്ലായിരുന്നു, മനുഷ്യനായിരുന്നു, തടിയായിരുന്നു, വൈക്കോലായിരുന്നു. അതുകൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ എന്നാ ഇതെല്ലാം വെളിച്ചത്തിലേക്ക് ഓടിയെടുക്കുകയും തീയാൽ നശിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ അതിപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വാ, ഇവിടെ തീറ്റയുണ്ട്, കുടിയുണ്ട്, സെമിത്തേരിയുണ്ട്, നിരമണ്ണുള്ള പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട, ദൈവം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ട. ഇതെല്ലാം വൈക്കോല് കൊണ്ട് കെട്ടുന്ന സഭയാണ്. ദൈവം പറഞ്ഞ രീതിക്ക് പുറത്ത് കാര്യങ്ങൾ നടക്കും. നിൻ്റെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിലും അനുഗ്രഹം തരാമെന്ന് പറയുന്നത് ദൈവവചന വ്യവസ്ഥയല്ല. അവിടെ എല്ലാ ക്രമക്കേടും കാണും. 1 കൊരിന്ത്യർ 14:40 വായിച്ചേ. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. സകലതും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. 2 തെസ്സലോനിക്കർ 3:6. സഹോദരന്മാരെ, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള പ്രമാണങ്ങൾ പാലിക്കാതെ ക്രമം കെട്ട് നടക്കുന്ന എല്ലാ സഹോദരന്മാരിൽ നിന്നും അകന്നുകൊള്ളണമെന്ന്
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. കണ്ടോ, ദൈവം പറയുന്നതെല്ലാം ക്രമമായിട്ട് നടക്കണമെന്നാണ്. കൊരിന്ത്യലേഖനം പറയുന്നു, 1 കൊരിന്ത്യർ 14:40 പറയുന്നു, സകലതും ഉചിതവും ക്രമമായി ചെയ്യട്ടെ. തെസലോനിക്ക ലേഖനം വന്നപ്പോൾ 2 തെസലോനിക്കർ 3:6 പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള പ്രമാണങ്ങൾ പാലിക്കാതെ ക്രമം കെട്ട് നടക്കുന്ന എല്ലാ സഹോദരന്മാരിൽ നിന്ന് അകന്നുകൊള്ളണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, വചനത്തിൻ്റെ പ്രവൃത്തിയിൽ, പ്രസംഗത്തിൽ തടി, പുല്ല്, വൈക്കോൽ, മനുഷ്യനിർമ്മിത ആശയങ്ങൾ, മനുഷ്യനിർമ്മിത സഭകൾ, മനുഷ്യനിർമ്മിത ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ക്രമവും ഉചിതവും എല്ലാം മാറിപ്പോവും. അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നോണം. അവിടെ കള്ളപ്രവാചകൻ ഉള്ളതുകൊണ്ടും സാത്താൻ അവിടെ പരിവർത്തിക്കുന്നത് കൊണ്ടും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. വചനം അറിയത്തില്ലാത്ത ബന്ധുക്കോസുകാരന് ഉടമ്പടി എടുക്കാൻ ഓടും. അത് ഓടിക്കോട്ടെ, അവനിൽ നിന്നൊക്കെ അകലണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ തന്നെ അവിടെ ആരാധനയും സംവിധാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, മുമ്പിൽ ആത്മീയതയായിരിക്കും, പുറകിൽ പൈശാചികതയായിരിക്കും. ഈ വീണുപോയ ന്യൂജൻ സഭകളുടെയും ഈ വീണുപോയ പൈശാചിക പ്രസ്ഥാനങ്ങളുടെ എല്ലാം മുമ്പിലേ ഉള്ള ആത്മീയതയും പ്രാർത്ഥനയും കൈകൊട്ടുമൊക്കെ, അതിൻ്റെ എല്ലാം പുറകിൽ ലൈംഗിക അരാജകത്വം, മദ്യപാനം, മയക്കുമരുന്ന്, സാമ്പത്തിക ക്രിമിനൽ തട്ടിപ്പുകൾ, സമ്പത്തുണ്ടാക്കൽ, കെട്ടിടം പണിയൽ, സ്വത്തുണ്ടാക്കൽ, ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ പുറകിലുള്ളത്. ഇതോട് ചേർന്ന് എല്ലാം കാണും. അതായത് സാത്താൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷമായിട്ട് ആരാധനയുണ്ടെങ്കിലും പുറകിൽ സമ്പത്ത്, വാഹനങ്ങൾ, സുഖസൗകര്യങ്ങൾ, പിന്നെ സ്ത്രീ, മദ്യം, ഇതെല്ലാം ഉണ്ടായിരിക്കും. ഉണ്ടെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ഇതിൻ്റെയൊക്കെ പുറകു ഭാഗം കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വചന വ്യവസ്ഥയെ പറയാം, ഇതെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ്, മുമ്പിൽ ആത്മീയതയും പുറകിൽ മ്ലേച്ഛതയും ഉണ്ടാകുന്നതിൻ്റെ കാരണം തടി, പുല്ല്, വൈക്കോൽ എന്ന മനുഷ്യനിർമ്മിത ആശയങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുമെന്ന ദൈവത്തിൻ്റെ അമൂല്യമായ വചനം വെച്ച് മാത്രം പണിയുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, തടിയും പുല്ലും വൈക്കോലും എന്നുള്ള മനുഷ്യനിർമ്മിത ആശയങ്ങളും സഭകളും സാഹചര്യങ്ങളിൽ നിന്ന് ഈ പ്രിയപ്പെട്ട ജനം വിടുവിക്കപ്പെടട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ കൽപ്പിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുല്ലോ തടിയോ വൈക്കോലോ വെച്ച് പണിയുന്ന സഭകളിലോ പണിയപ്പെടുന്ന വ്യക്തികളോ ആണെങ്കിൽ അവരിൽ നിന്ന് ആ ആത്മശക്തികൾ വിട്ട് കലങ്ങി ഇളകി മറിയുന്ന കടലിലെ ആത്മശക്തികൾ പോകട്ടെ. അവർ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. അവർ വെളിപ്പാട് പ്രാപിക്കട്ടെ. അവർ വെളിച്ചത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.